ഓം ശ്രീ സായി ഭഗവതേ നമഃ. ഓം ശ്രീ സായിനാഥായ നമഃ. ബാബ എത്രത്തോളം വിത്തൽ ഭഗവാനെ പൂജിച്ചിരുന്നുവെന്ന് ഭഗവത് റാവ് ക്ഷീരസാഗറിന്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഭഗവത് റാവിന്റെ അച്ഛനും വിത്തോബ ഭക്തനായിരുന്നു. വർഷാവർഷം അദ്ദേഹം പണ്ഡരീകപുരത്തിലേക്ക് പോവുക പതിവായിരുന്നു. വിത്തലിന്റെ ഒരു ചിത്രം വീട്ടിലുണ്ടായിരുന്നത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം ശ്രാദ്ധകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഭഗവത് റാവ് ഷിരഡിക്ക് ചെന്ന സമയം ബാബ ഭഗവതിന്റെ അച്ഛനെ ഓർത്ത് ഇപ്രകാരം പറഞ്ഞു: നിന്റെ അച്ഛൻ എന്റെ സുഹൃത്തായിരുന്നു, അതിനാൽ ഞാൻ അദ്ദേഹത്തെ ഇവിടേക്ക് വലിച്ചു. നൈവേദ്യം ഒരു പ്രാവശ്യം തന്നില്ല, അതുകൊണ്ട് എന്നെയും വിത്തലിനെയും പട്ടിണിക്ക് ഇരയാക്കിയതിനാലാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചത്. ഗംഗയും യമുനയും ചേരുന്ന പുണ്യതീർത്ഥ സ്ഥലമായ പ്രയാഗിൽ ചെന്ന് ഹിന്ദുക്കൾ സ്നാനം ചെയ്യുന്നത് ഒരു വിലയേറിയ സമ്പത്താണെന്ന് വിശ്വസിക്കുന്നു. ആയതിനാൽ തീർത്ഥാടനത്തിനായി ആയിരക്കണക്കിന് യാത്രക്കാർ അവിടേക്ക് ചെല്ലുന്നു. ദാസ്ഗനു ഒരു പ്രാവശ്യം പ്രയാഗിലേക്കുള്ള യാത്ര ആലോചിച്ച് ബാബയുടെ കൽപ്പനയ്ക്കായി കാത്തുന്നു. ബാബ പറഞ്ഞു, അത്ര ദൂരം പോകേണ്ട ആവശ്യമില്ല, എന്നെ വിശ്വസിക്കും, അത്ഭുതത്തിനുമേൽ അത്ഭുതങ്ങൾ. ദാസ്ഗനു തന്റെ ശിരസ് ബാബയുടെ പാദങ്ങളിൽ വച്ച ഉടൻ ബാബയുടെ തള്ളവിരലുകളിൽ നിന്ന് ഗംഗയും യമുനയും ഒഴുകി തുടങ്ങി. ഈ അസാധാരണ അത്ഭുതം കണ്ടയുടൻ ദാസ്ഗനു അത്യധികം ആഹ്ലാദഭരിതനായി. കണ്ണുകളിൽ സന്തോഷാശ്രുക്കൾ നിറഞ്ഞു. മനസ്സിനുള്ളിൽ ഒരു അപരിമിതമായ ചൈതന്യം ഉണ്ടാവുകയും ബാബയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ലീലകളെക്കുറിച്ചും തന്നെത്താൻ അറിയാതെ പാടുകയും ചെയ്തു. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.